സെൻസർ ബോർഡിന്റെ പ്രവർത്തനങ്ങൾക്കെതിരെ പ്രതിഷേധ സമരത്തിന് ഫെഫ്ക JSK എന്ന സുരേഷ് ഗോപി ചിത്രത്തിന് പ്രദർശനാനുമതി നൽകാത്ത പശ്ചാത്തലത്തിലാണ് നാളെ പ്രതിഷേധം. നാളെ രാവിലെ 10 മണി മുതൽ തിരുവനന്തപുരം സെൻസർ ബോർഡ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ സമരം നടത്താനാണ് ഫെഫ്ക തീരുമാനിച്ചിരിക്കുന്നത്. ഫെഫ്കയും താരസംഘടനാ പ്രതിനിധികളും നിർമ്മാതാക്കളുടെ സംഘടനയും സമരത്തിൽ പങ്കാളികളാകുമെന്നാണ് അറിയിപ്പ്. വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി പ്രജിത് മോഹനുണ്ട്. പ്രജിത്ത്, വിശദാംശങ്ങൾ. ഫെഫ്കയും താരസംഘടനയും എല്ലാം ഒരുമിച്ചുള്ളൊരു പ്രതിഷേധത്തിലേക്ക് അല്ലെങ്കിൽ നിർമ്മാതാക്കളുടെ സംഘടനയും ഈ സമരത്തിൽ പങ്കാളിയാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോവുകയാണ്. ഈ JSK എന്ന സിനിമയുടെ ഭാഗമായിട്ടുണ്ടായ ഇതിൻ്റെ പേരുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിട്ടുള്ള വിമർശനങ്ങൾ അല്ലെങ്കിൽ സെൻസർ ബോർഡിൻ്റെ നിലപാട്, അതിൽ ശക്തമായ വിമർശനം പല കോണുകളിൽ നിന്ന് ഉയരുന്നുണ്ട്. നിർമ്മാതാക്കൾ കോടതിയൊക്കെ സമീപിക്കുന്ന സാഹചര്യമുണ്ടായി. അവിടെ നിന്നും സെൻസർ ബോർഡിനെതിരെ വലിയ വിമർശനമൊക്കെ ഇപ്പോൾ ഉയർന്നു കേൾക്കുന്ന സാഹചര്യമുണ്ട്. ഇത്തരമൊരു ഇടപെടൽ അത് അനാവശ്യമാണ് എന്ന രീതിയിലുള്ള നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ ആ രീതിയിലുള്ള വിമർശനങ്ങൾ പല കോണുകളിൽ നിന്നും ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ഇപ്പോൾ ഒരു യോജിച്ചുള്ള സമരത്തിലേക്ക് സിനിമാ സംഘടനകൾ പോകുന്നത് എന്നുള്ളതാണ്. ഈ നിർമ്മാതാക്കളുടെ സംഘടന കൂടി ഈ സമരത്തിൻ്റെ ഭാഗമാകുന്നതോടുകൂടി വലിയ പ്രതിഷേധം അല്ലെങ്കിൽ സിനിമാ രംഗത്തിൻ്റെ ഒരു വലിയ പ്രതിഷേധം തന്നെ സെൻസർ ബോർഡിനെതിരെ ഉയർത്തുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം. നാളെയാണ് ഈ പ്രതിഷേധം ഉണ്ടാകുന്നത്. സെൻസർ ബോർഡിൻ്റെ ആസ്ഥാനത്തിന് മുന്നിൽ തിരുവനന്തപുരത്ത് നടക്കുന്ന സമരത്തിൽ സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട എല്ലാ നിർമ്മാതാക്കളും പങ്കെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ സിനിമാ പ്രവർത്തകർ പങ്കെടുക്കുന്നുണ്ട്. JFKയുടെ അണിയറ പ്രവർത്തകർ പങ്കെടുക്കുന്നുണ്ട്. അങ്ങനെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇതുവരെ അങ്ങനെ കേട്ടുകേൾവില്ലാത്തൊരു സമരരംഗത്തേക്ക് സിനിമാ നിർമ്മാതാക്കളെ കൂടി അണിനിരത്തിക്കൊണ്ട് വലിയൊരു പ്രതിഷേധത്തിലേക്ക് പോകുമ്പോൾ അത് സിനിമാ രംഗത്തിൻ്റെ ഒട്ടാകെയുള്ളൊരു പ്രതിഷേധമായി മാറുന്നു എന്നുള്ളൊരു വലിയ കാര്യമുണ്ട്. ഒരു സിനിമയുടെ പേര് സംബന്ധിച്ച് അനാവശ്യമായ ഒരു വിവാദം സെൻസർ ബോർഡ് ഉണ്ടാക്കി എന്നുള്ള വലിയ വിമർശനം പല കോണുകളിൽ നിന്നും ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ സമരവുമായി ഇത്തരം സിനിമാ സംഘടനകളൊക്കെ രംഗത്ത് വരുന്നത് എന്നുള്ളതാണ്. എന്തായാലും നാളെ ആ പ്രതിഷേധത്തോടെ ഈ വിഷയം കൂടുതൽ സജീവ ചർച്ചകളിലേക്ക് പോവുകയാണ്. കോടതിയുടെ ഇടപെടലുണ്ടായി, ആ രീതിയിലുള്ളൊരു വിമർശനം സെൻസർ ബോർഡിനുണ്ടായി. അപ്പോഴും സെൻസർ ബോർഡ് എന്ത് നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളത് വരും മണിക്കൂറുകളിൽ നിർണായകമാണ്. സിനിമയുടെ ഒരു പ്രധാനപ്പെട്ട സിനിമയാണ് സുരേഷ് ഗോപിയുടെ പ്രധാനപ്പെട്ട ഒരു സിനിമയായി അടുത്ത കാലത്ത് വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒരു സിനിമയാണ് ഇത്തരമൊരു വിവാദത്തിൽപ്പെട്ട് വൈകുന്നത് എന്നുള്ളൊരു പ്രശ്നം കൂടി അവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ വലിയ ചർച്ചകളിലേക്ക് സിനിമയുടെ പേര് സംബന്ധിച്ചിട്ടുള്ള സെൻസർ ബോർഡിന്റെ ഇടപെടലുകൾ പോയിട്ടുണ്ട്. എന്തായാലും നാളത്തെ പ്രതിഷേധത്തോടെ കൂടുതൽ ചർച്ചകളിലേക്ക് സുരേഷ് കുമാർ നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ സുരേഷ് കുമാർ, സെൻസർ ബോർഡിന്റെ പ്രവർത്തനങ്ങൾക്കെതിരെ പ്രതിഷേധ സമരത്തിനാണ് ഫെഫ്ക ഒരുങ്ങുന്നത്. JSK എന്ന സുരേഷ് ഗോപി ചിത്രത്തിന് പ്രദർശനാനുമതി നൽകാത്ത പശ്ചാത്തലത്തിലാണ് നാളെ പ്രതിഷേധം അടക്കം ഉണ്ടാകാൻ പോകുന്നത്. നാളെ രാവിലെ 10 മണി മുതൽ തിരുവനന്തപുരം സെൻസർ ബോർഡ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ സമരം നടത്താൻ ഫെഫ്ക തീരുമാനിച്ചിരിക്കുന്നത്. അതായത് പ്രതിഷേധം കടുക്കുകയാണ്. എങ്ങനെയാണ് ഈ വിഷയത്തോട് പ്രതികരിക്കുന്നത്? ഫെഫ്ക മാത്രമല്ല, പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ അത് പങ്കുചേർന്നിട്ടുണ്ട്. ഇത് തീർച്ചയായിട്ടും ഒരു സെൻസർ ബോർഡിനെതിരെയുള്ള ഒരു പോരാട്ടം തന്നെയാണ്. ഇവിടെ ക്ലിയർ ചെയ്തൊരു പണം ഡൽഹി ചെല്ലുമ്പോൾ അതിന് സർട്ടിഫിക്കറ്റ് കൊടുക്കില്ല എന്ന് പറയുന്നതിന് എന്തർത്ഥമാണുള്ളത്? തിരുവനന്തപുരത്ത് ക്ലിയർ ഇത് രണ്ടാമത്തെ ഇൻസിഡന്റ് ആണ്. ആദ്യം പത്മകുമാർ എന്ന് പറഞ്ഞൊരു പ്രൊഡ്യൂസറും ഡയറക്ടറും ആയിട്ടുള്ള ഒരാളൊരു സിനിമ ചെയ്തു. അതിലൊരു കഥാപാത്രത്തിന്റെ പേര് ജാനകി എന്ന് പറഞ്ഞിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇവിടുന്ന് ക്ലിയർ ചെയ്ത സിനിമ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ആ ജാനകി പറ്റൂല, അത് മാറ്റണം എന്ന് പറഞ്ഞിട്ട് ആ പാവം പ്രൊഡ്യൂസർ അത് ജയന്തിന്നാക്കേണ്ടി വന്നു. ഇത് വെള്ളരിക്കപ്പെട്ടണോ? ഇതൊന്നും എവിടെ നടക്കുന്ന കാര്യമല്ല. ഇത് ഇവിടെ അല്ല ശരിക്കും സമരം ചെയ്യുന്നത്. ബോംബെ പോയിട്ട് ആ സെൻസർ ഓഫീസിന്റെ നടയിൽ ആണ് നമ്മൾ ഇന്ന് സമരം ഇരിക്കുന്നത്. അപ്പം എന്തായാലും നമ്മളിവിടെ നാളെ എല്ലാവരും സമരം ചെയ്യുന്നുണ്ട്. നമ്മളെല്ലാം അതിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതൊരു ഗംഭീര സമരമായിട്ട് മാറട്ടെ. എല്ലാ ആശംസകളും നേരുന്നു. പക്ഷെ ഇതൊരിക്കലും വെച്ച് പറപ്പിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഇവിടുത്തെ സെൻസർ ബോർഡിലെ മെമ്പേഴ്സ് എല്ലാം ഇരുന്ന് കൂടി ആലോചിച്ച് സെൻസർ ചെയ്ത ഒരു സിനിമ അവിടെ ചെല്ലുമ്പോൾ ജാനകി എന്ന് പറഞ്ഞ എത്രയോ സിനിമ വരുന്നു. ജാനകി എന്ന് പറഞ്ഞ് ഈ അടുത്ത കാലത്താണ് ഒരു സിനിമ വന്നത്. മലയാളത്തിൽ ഇതിനു മുമ്പ് പട്ടാളം ജാനകി എന്നൊരു പറഞ്ഞൊരു സിനിമ വന്നിട്ടുണ്ട്. അങ്ങനെ സിനിമകൾ വന്നിട്ടുണ്ട്. ജാനകിയുടെ വേറെ ഏതൊരു ജാനകി എന്ന പേരുള്ള ഒരു 3-4 സിനിമകൾ നമ്മൾ വന്നിട്ടുണ്ട്. അപ്പോഴൊന്നും ഇല്ലാത്ത പ്രശ്നമാണ് ഇപ്പോൾ വരുന്നത്. സീതയുടെ പേര് ജാനകിയാണെന്നും പറഞ്ഞിട്ട് അങ്ങനെയാണെങ്കിൽ ഒരാളുടെ പേര് നമുക്ക് ഇടാൻ പറ്റില്ലല്ലോ. എല്ലാവരുടെ പേരും ഹിന്ദുക്കളുടെ പേരുകളിലെ മിക്കവാറും എല്ലാ പേരുകളും ഏതെങ്കിലും ദൈവമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ അങ്ങനെ പേരുകൾ ഇടാൻ പറ്റൂല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എന്തൊരു കഷ്ടമാണെന്ന് ആലോചിച്ച് നോക്കും. എന്ത് നീതിയാണ് ഇതൊക്കെ? സെൻസർ ബോർഡ് ഇതുപോലത്തെ ഈ കാര്യങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് ചെയ്യുന്നത് വളരെ മോശമായിട്ടുള്ള ഒരു പ്രവണതയാണ്. അതിനെതിരെ ശക്തമായ രീതിയിൽ പ്രതിഷേധിക്കണം. അതിനെല്ലാവരും ഉണ്ട്. ഫെഫ്കയോടൊപ്പം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും സകല ഇൻഡസ്ട്രി മൊത്തം അവരോടൊപ്പം എന്തായാലും ഉണ്ട്. ഈ കാര്യത്തിൽ ഞങ്ങളെല്ലാവരും അവരോടൊപ്പം തന്നെയാണ്. ഇതിനെതിരെ പ്രതിഷേധിച്ചേ പറ്റൂ. എനിക്ക് തോന്നുന്നു നാളെ ഇതിനനുകൂലമായിട്ട് ഹൈക്കോടതിയിൽ നിന്ന് ഒരു വിധി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കോടതിയെങ്കിലും ഇത് കണ്ണു തുറന്ന് ഇത് കണ്ട് നമുക്കൊരു നല്ല അനുകൂലമായിട്ടൊരു വിധി കിട്ടും എന്നുള്ളതാണ് നമ്മുടെ പ്രതീക്ഷ. എന്ന് വെച്ചാൽ ഇത് വെറും
നമുക്കൊരിക്കലും പൊറുക്കാൻ പറ്റാത്ത രീതിയിലുള്ള കാര്യങ്ങളാണ്. അവിടെ ഇരിക്കുന്ന കുറെ ഉദ്യോഗസ്ഥരാണ് ഇതിന്റെ പിന്നിൽ. അവർക്ക് എന്താണ് ഇതിന്റെ കാര്യങ്ങളെന്നൊന്നും അറിയില്ല. അവരാണ് ഇത് മുഴുവൻ ചെയ്യുന്നത്. അപ്പം ഇതിനെതിരെ ശക്തമായ രീതിയിൽ നാളെ രാവിലെ 10 മണി മുതൽ വൈകുന്നേരം വരെ തിരുവനന്തപുരം സെൻസർ ഓഫീസിൽ സിനിമ നിർമ്മാതാക്കളും ടെക്നീഷ്യൻസും എല്ലാവരും അതിന്റെ മുമ്പിലുണ്ടാവും പ്രതിഷേധത്തിന്. ഞാനിപ്പോൾ ഇവിടെ ഡൽഹിയിലാണ്, അതുകൊണ്ട് എനിക്ക് പങ്കെടുക്കാൻ പറ്റില്ല. പക്ഷെ എന്തായാലും ഇതൊരു വലിയ ഒരു മുന്നോട്ടുള്ള കുതിപ്പാണ്. എന്തായാലും ഫെഫ്കയ്ക്കും അതിന്റെ പ്രൊഡ്യൂസേഴ്സിനും എല്ലാവിധ അഭിനന്ദനങ്ങളും അർഹിക്കുന്ന ഒരു കാര്യമാണ്. ഓക്കെ, നന്ദി ശ്രീ ജി സുരേഷ് കുമാർ ഈ വിഷയത്തോട് പ്രതികരിച്ചതിന്. സെൻസർ ബോർഡിന്റെ പ്രവർത്തനങ്ങൾക്കെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ്. ഫെഫ്കയും താരസംഘടനാ പ്രതിനിധികളും നിർമ്മാതാക്കളുടെ സംഘടനയും സമരത്തിൽ പങ്കാളികളാകും. ഇക്കാര്യം തന്നെയാണ് നിർമ്മാതാവ് ജി സുരേഷ് കുമാറും ജനം ടിവിയോട് സ്ഥിരീകരിച്ചത്. പ്രജിത്ത് വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. പ്രജിത്ത്, തുടരാം. ഈ ഒരു വിഷയം പ്രധാനപ്പെട്ടതാണ്. കാരണം ഒരു പേര് വെച്ചിട്ട് ഒരു സിനിമയുടെ പ്രദർശനാനുമതി തന്നെ തടയുന്ന രീതിയിലേക്ക് സമീപനം കൊണ്ടുപോയാൽ അദ്ദേഹം ചൂണ്ടിക്കാട്ടിയതുപോലെ ഈ പറയുന്ന ഒരു സിനിമയ്ക്കും ഒരു പേരുകളും ഇടാൻ കഴിയാത്തൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകും. പ്രത്യേകിച്ച് ഒരു സാധാരണഗതിയിൽ അദ്ദേഹം ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ ഹിന്ദു ഭാഗങ്ങളുടെയൊക്കെ പേരുകൾ വരുന്നത് ഏതാണ്ട് ഭൂരിപക്ഷം പേരുകൾ ഏതെങ്കിലും ഒരു ദൈവത്തിൻ്റെ പേരായിരിക്കും. അത് ഇപ്പോൾ വിഷ്ണു ആയാലും ശിവനായാലും അങ്ങനെയുള്ള എല്ലാവരുടെയും പേരുകൾ, ദൈവങ്ങളുടെ പേരുകൾ ഒരുപാട് ഉപയോഗിച്ചുള്ള ഒരുപാട് പേരുകളുണ്ട്. ഒരുപാട് സിനിമകളിൽ ഒരുപാട് കഥാപാത്രങ്ങളുണ്ട്. അതിൽ പോസിറ്റീവും നെഗറ്റീവും വില്ലനായിട്ടുള്ള കഥാപാത്രങ്ങളുടെ പേരിൽ ദൈവങ്ങളുടെ പേരുണ്ട്. അതിപ്പോൾ ഏത് മതത്തിൻ്റെ ആയാലും ശരി, അങ്ങനെ എല്ലാം ഉപയോഗിക്കാറുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള വിശുദ്ധന്മാരുടെ പേരുകൾ ഉപയോഗിക്കുന്നതുണ്ട്. പുരാതനമായ കഥകളിലുള്ള ആളുകളുടെ പേരുകൾ ഉപയോഗിക്കുന്ന ചരിത്രമുണ്ട്. അങ്ങനെ ഒട്ടനവധി പേരുകൾ എല്ലായിടത്തും, എല്ലാ മതങ്ങളിൽ പെടുന്ന ആളുകളുടെയും പേരുകൾ വില്ലനായും നായകനായും എല്ലാം വരാനുള്ള കാഴ്ചകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതൊരു സിനിമയുടെ പ്രദർശനാനുമതി നിർണ്ണയിക്കേണ്ട വിഷയമായി ഉയർത്തുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അനാവശ്യമായൊരു ചർച്ചകളിലേക്ക് കാര്യങ്ങൾ തള്ളിവിടാൻ ചില ശ്രമമുണ്ടായോ എന്നുള്ള തരത്തിലുള്ള ചിന്തകൾ കൂടി അല്ലെങ്കിൽ ചർച്ചകൾ കൂടി ഇപ്പോൾ ഉയരുന്നുണ്ട്. പ്രത്യേകിച്ച് സെൻസർ ബോർഡിൻ്റെ ഭാഗത്ത് നിന്ന്, ചില ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് അത്തരമൊരു നടപടി വരേണ്ട ആവശ്യം എന്ത് എന്നുള്ളതാണ് എല്ലാവരും ചോദിക്കുന്നത്. ആ ചോദ്യത്തിന് പിന്നിൽ ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ വ്യത്യാസമില്ല എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം. കാരണം എല്ലാ വിഭാഗങ്ങളിൽ പെടുന്ന രാഷ്ട്രീയക്കാരും രാഷ്ട്രീയ സംഘടനകളും പ്രതിനിധികളും ഒക്കെ ഈ സെൻസർ ബോർഡ് നടപടിയോട് ഒരു എതിർപ്പ് പ്രകടിപ്പിക്കുന്ന കാഴ്ച തന്നെയാണ് എന്തായാലും കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നാളത്തെ കോടതി വിധി നിർണായകമാണ്. കോടതി ഈ പേരുമായി ബന്ധപ്പെട്ട് സെൻസർ ബോർഡിൻ്റെ ഈ നടപടിക്കെതിരെ വിധി പറയുമോ എന്നുള്ളതാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ കോടതി നടത്തിയ പരാമർശങ്ങൾ കേൾക്കുമ്പോൾ ഒരുപക്ഷെ ആ രീതിക്ക് തന്നെയാണ് വിധി ഉണ്ടാകാനുള്ള സാധ്യതയും കാണുന്നത്. എന്തായാലും വലിയ വിമർശനം ഇത് സംബന്ധിച്ചുണ്ടായിരിക്കുന്നു. ഒരു പേര് സൂചിപ്പിച്ച്, ഒരു പേര് പറഞ്ഞൊരു സിനിമയുടെ പ്രദർശനാനുമതി റദ്ദാക്കുന്ന രീതിയിലുള്ളൊരു തെറ്റായ കീഴ്വഴക്കം അത് സൃഷ്ടിക്കരുത് എന്നുള്ളതാണ് എന്തായാലും സിനിമാ പ്രവർത്തകരും അണിയറ പ്രവർത്തകരുമായിട്ടുള്ള എല്ലാവരും ആവശ്യപ്പെടുന്നത്. പൊതുസമൂഹത്തിലും അത്തരം ആവശ്യങ്ങൾ ഉയർന്നുണ്ട്. അനാവശ്യമായ ചർച്ചകളിലേക്ക് കാര്യങ്ങൾ നയിക്കാൻ ആസൂത്രിതമായ ഇടപെടലുകൾ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടായോ എന്നുള്ള ചർച്ചകളും ഇപ്പോൾ നവമാധ്യമങ്ങളിൽ സജീവമാണ്. പ്രജിത്ത്, സെൻസർ ബോർഡിന്റെ പ്രവർത്തനങ്ങൾക്കെതിരെ പ്രതിഷേധ സമരം ശക്തമാവുകയാണ്. JSK എന്ന സുരേഷ് ഗോപി ചിത്രത്തിന് പ്രദർശനാനുമതി നൽകാത്ത പശ്ചാത്തലത്തിലാണ് നാളെ പ്രതിഷേധം. നാളെ രാവിലെ 10 മണി മുതൽ തിരുവനന്തപുരം സെൻസർ ബോർഡ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ സമരം നടത്താനാണ് ഫെഫ്ക തീരുമാനിച്ചിരിക്കുന്നത്. ഫെഫ്കയും താരസംഘടനാ പ്രതിനിധികളും നിർമ്മാതാക്കളുടെ സംഘടനയും സമരത്തിൽ പങ്കാളികളാകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. വിശദാംശങ്ങൾ നൽകിയത് പ്രജിത്താണ്.